ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോകളിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പാഠപുസ്തകങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പഠനമാണ്. നമുക്കറിയാം എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഏറ്റവും ബേസിക്കായി 5ാം ക്ലാസ് മുതൽ തുടർന്ന് വരുന്ന ഓരോ ക്ലാസ്സുകളിലെയും വിശദമായിട്ട് ക്ലാസ്സുകളാണ് ഈ വീഡിയോ സീരീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓരോ ഭാഗങ്ങളും കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് സോഷ്യൽ സയൻസ് ആണ്. 5ാം ക്ലാസ് മുതലുള്ള സോഷ്യൽ സയൻസ്. അത് കഴിഞ്ഞിട്ട് 6ാം ക്ലാസ് ഉണ്ട്, 7, 8, 9 അങ്ങനെ 10 വരെ. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണാൻ ശ്രമിക്കുക. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും ഒരു ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും അറിയിക്കുക. താങ്ക് യു. വടക്കേ അമേരിക്ക കഴിഞ്ഞിട്ട് അടുത്ത് നമ്മൾ നോക്കുന്നത് തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്ക, ഇതാണ് തെക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്കേ അമേരിക്ക പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. വലുപ്പത്തിൽ 4ാമത്. തെക്കേ അമേരിക്ക വലുപ്പത്തിൽ 4ാമതും വടക്കേ അമേരിക്ക വലുപ്പത്തിൽ 3ാമതുമാണ്. വടക്ക് 3ഉം തെക്ക് 4ഉം. അങ്ങനെ ഓർത്തിരിക്കാം. വടക്കേ അമേരിക്ക 3ാം സ്ഥാനത്തും വലുപ്പത്തിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. തെക്കേ അമേരിക്ക 4ാം സ്ഥാനത്തുമാണ്. മൗണ്ട് അക്കോങ്കുവയാണ് ഏറ്റവും ഉയരമുള്ള കൊടുമുടി. തെക്കേ അമേരിക്കയിലെ ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അക്കോങ്കുവ. ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി ഈ വൻകരയിലാണ്. നേരത്തെ നമ്മൾ നൈലിൻ്റെ കാര്യം പറഞ്ഞു. ഏറ്റവും നീളം കൂടിയ നദി ആഫ്രിക്കയിൽ കൂടിയാണ് ഒഴുകുന്നത്. ഇത് ലോകത്തെ ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന ആമസോൺ നദി. ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ട് ഒഴുകുന്ന നദി ആമസോൺ ആണ്. ഇത് തെക്കേ അമേരിക്കയിലാണ്. തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യ ജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. തെക്കേ അമേരിക്കയുടെ വടക്കു ഭാഗത്തുള്ള ആമസോൺ നദീതടത്തിലുള്ള നിബിഡ വനങ്ങളിലെ സസ്യ ജന്തുജാലങ്ങൾ ഏറെ വൈവിധ്യമുള്ളവയാണ്. ഇത് ബ്രസീലിലെ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ ചിത്രമാണ്. ബ്രസീലൊക്കെ തെക്കേ അമേരിക്കയിലാണ്. കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ്. തെക്കേ അമേരിക്കയിലെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലാണ്. ആമസോൺ നദി തെക്കേ അമേരിക്കയിലാണ്. വാണിജ്യ കന്നുകാലി വളർത്തൽ ഇവിടുത്തെ ജനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് വടക്കേ അമേരിക്കയുടെ. നദിയിൽ ഇറങ്ങല്ലേ. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. മറ്റു മത്സ്യങ്ങളെയും നദിയിൽ ഇറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരത്തിൽ ഇവ തിന്നു തീർക്കും. ആമസോൺ നദിയിൽ കാണപ്പെടുന്ന ഒരിനം മീനാണ് പിരാന. ഇവ നദിയിലിറങ്ങുന്ന ജീവികളെയും മീനുകളെയും കൂട്ടത്തോടെ ആക്രമിച്ച് അതിൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് നിമിഷ നേരം കൊണ്ട് തിന്നു തീർക്കാറുണ്ട്. മരച്ചീനി നാടനല്ല. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. ഇതുപോലെ നമുക്ക് പരിചയമുള്ള പല കാർഷിക വിളകളും തെക്കേ അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയാണ്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്ക, ഇതാണ് അന്റാർട്ടിക്ക. ധ്രുവപ്രദേശമാണ്. വലുപ്പത്തിൽ 5ാം സ്ഥാനം അന്റാർട്ടിക്കയാണ്. വലുപ്പത്തിൻ്റെ കാര്യത്തിൽ 5ാം സ്ഥാനമുള്ള വൻകര അന്റാർട്ടിക്കയാണ്. 5 അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശം. വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നതുകൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നു. അപ്പോൾ വെളുത്ത ഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്റാർട്ടിക്ക വൻകരയാണ്. വെളുത്ത ഭൂഖണ്ഡം. സ്ഥിരമായ ജനവാസമില്ല. അന്റാർട്ടിക്കയിൽ സ്ഥിരമായിട്ടുള്ള ജനവാസമില്ല. അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പരിവേഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് അന്റാർട്ടിക്കയിൽ കാണപ്പെടുന്ന പെൻക്വിനുകളാണ്. പെൻക്വിൻ. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രം മൈത്രി. ഇതാണ് മൈത്രി. മഞ്ഞുമലകളാണ് ഈ കാണുന്നത്. മൈത്രി, ഭാരതി എന്നിവ ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലുള്ള ഗവേഷണ കേന്ദ്രങ്ങളാണ്. മൈത്രിയും ഭാരതിയും അന്റാർട്ടിക്കയിലുള്ള ഇന്ത്യയുടെ ഗവേഷണ കേന്ദ്രങ്ങളാണ്. ദക്ഷിണ ഗംഗോത്രി PO ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു.
ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രയിൽ 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്നും 2000-ഓളം കത്തുകൾ അയക്കുകയും ചെയ്തു. അടുത്ത യൂറോപ്പാണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. യൂറോപ്പ് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്നു. വലുപ്പത്തിൽ 6 സ്ഥാനമാണ് യൂറോപ്പിനുള്ളത്. ഇതാണ് യൂറോപ്പ്. ഇതിന് വലുപ്പത്തിൽ 6 സ്ഥാനമാണുള്ളത്. യൂറോ 6, യൂറോപ്പ് 6 സ്ഥാനം. യുറാൽ പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. യുറാൽ എന്ന പർവ്വതനിര യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നു. ജനസംഖ്യയിൽ 3 സ്ഥാനം. ജനസംഖ്യയിൽ 3 സ്ഥാനമാണ് യൂറോപ്പിന്. യൂറോപ്പിനെയും ഏഷ്യയും വേർതിരിക്കുന്ന പർവ്വതനിര യുറാലാണ്. അത് പ്രത്യേകമായി ഓർത്തിരിക്കുക. യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്ക് ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ്. യൂറോപ്പിൻ്റെ തെക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്ക് ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ്. വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്നു. യൂറോപ്പ് വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ്. യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട തൊഴിലാണ് മത്സ്യബന്ധനം. സ്കീയിങ് യൂറോപ്പിലെ ഒരു വിനോദം. യൂറോപ്പിലെ ഒരു വിനോദമാണ് സ്കീയിങ്. മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്നതിനാണ് സ്കീയിങ് എന്ന് പറയുന്നത്. അത് യൂറോപ്പിലെ ഒരു പ്രധാന വിനോദമാണ്. മുന്തിരിക്കൃഷി. മുന്തിരിക്കൃഷിയും യൂറോപ്പിലായി കൂടുതലായി കാണപ്പെടുന്നു. ലണ്ടൻ നഗരം. ലണ്ടൻ നഗരം യൂറോപ്പിലാണ്. പാതിരാ സൂര്യൻ്റെ നാട് നോർവേ. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ 66.5 ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. ഇത്തരം പ്രദേശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകം വായിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇത്രയുമാണ്. പാതിരാ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് നോർവേ ആണ്. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന പുസ്തകം എഴുതിയത് എസ്.കെ. പൊറ്റക്കാടാണ്. ആർട്ടിക് വൃത്തത്തിനുള്ളിൽ 66 ഡിഗ്രി വടക്ക് സ്ഥിതി ചെയ്യുന്ന നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ്. അടുത്ത ഓസ്ട്രേലിയ. ഇതാണ് ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ വൻകര. ഏറ്റവും വലുത് ഏഷ്യയും ഏറ്റവും ചെറിയ വൻകര ഓസ്ട്രേലിയയുമാണ്. ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നു. ഓസ്ട്രേലിയ ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നത്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകര ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. മുട്ടയിടുന്ന സസ്തിനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഓസ്ട്രേലിയ വൻകരയിൽ മാത്രം കാണപ്പെടുന്ന ചില ജീവികളാണ് മുട്ടയിടുന്ന സസ്തിനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെട്ട ഡിങ്കോകൾ. ഇവയെല്ലാം ഓസ്ട്രേലിയയിൽ മാത്രം കാണപ്പെടുന്ന ജീവിവർഗങ്ങളാണ്. ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു. ഓസ്ട്രേലിയയിൽ ഗോതമ്പ് ധാരാളമായി കൃഷി ചെയ്യുന്നു. സിഡ്നി നഗരം. സിഡ്നി നഗരം ഓസ്ട്രേലിയയിലാണ്. കാൾ ഗൂർലി സ്വർണ്ണഖനി. കാൾ ഗൂർലി സ്വർണ്ണഖനി ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയിലാണ് കാൾ ഗൂർലി സ്വർണ്ണഖനി സ്ഥിതി ചെയ്യുന്നത്. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ നിന്ന് വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ്. ഓസ്ട്രേലിയ ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ്. ദ്വീപുകൾ. എന്താണ് ദ്വീപുകൾ? പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. തുകൽ സഞ്ചിയിലെ കുഞ്ഞ്. തുകൽ സഞ്ചിയിലെ കുഞ്ഞ്. ശരീരത്തിന് വെളിയിൽ ഒരു തുകൽ സഞ്ചി, അതിനുള്ളിൽ ഒരു കുഞ്ഞ്. ഈ മൃഗമേതെന്ന് മനസ്സിലായില്ലേ? ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന കങ്കാരു എന്ന ഈ മൃഗത്തിന് പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകാനുള്ള കഴിവുണ്ട്. ചെമ്മരിയാട് വളർത്തൽ ന്യൂസിലാൻഡ്. പിന്നെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ചാർട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വളരെയധികം ഉപകാരപ്പെടും.
വൻകരകൾ വലിപ്പക്രമത്തിൽ, പ്രധാന പർവ്വതങ്ങൾ, മരുഭൂമികൾ, പ്രധാന നദികൾ, മറ്റ് സവിശേഷതകൾ. Subscribe for more videos. To get instant notification for new videos, click on the bell icon.